താജ്മഹലിൽ ഉറൂസ് നടത്തരുത് എന്നാവശ്യപ്പെട്ട് ഹർജിയുമായി ഹിന്ദു മഹാസഭ ആഗ്ര കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഈ വർഷത്തെ ഉറൂസ് ഈ മാസം 6 മുതൽ 8 വരെ നടക്കാനിരിക്കെയാണ് ഹർജി വന്നിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ആർക്കെ, എന്താണ് ഹിന്ദു മഹാസഭയുടെ പ്രധാനപ്പെട്ട തടസ്സവാദം? എന്താണ് ഈ ഉറൂസ് നൽകുന്നതിൽ അവർക്കുള്ള അതൃപ്തി? ഹർജിയിൽ എന്താണ് പറയുന്നത്? പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിലുണ്ട് എന്നൊരു ന്യായമാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഉറൂസ് നടത്തുന്നത് മതപരമായിട്ടുള്ള ആചാരങ്ങൾ ഉള്ളതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, ചില പ്രാചീനമായിട്ടുള്ള ഹിന്ദു മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും ഈ ഹർജിയുടെ ഭാഗമായിട്ട് ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഹർജിയുടെ പൂർണ്ണ രൂപം അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകും. ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വർഷങ്ങളായിട്ട് ഈ ഹിന്ദു മഹാസഭ അടക്കമുള്ള ചില വിഭാഗങ്ങൾ അവർ ഉന്നയിക്കുന്ന ആവശ്യമാണ്. എന്നാൽ ഇതിനെ ഒരു ഹർജിയുടെ രൂപത്തിലേക്ക് വന്നിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ചില ഹർജികൾ ഈ മധുര കോടതിയിലടക്കം ഉണ്ട്. ഇതിന് തുടർച്ച എന്ന രീതിയിൽ ആ മേഖലയിലുള്ള വിവിധ സ്ഥലങ്ങളുടെയും അവിടെയുള്ള ഹിന്ദു ആരാധനാലയങ്ങൾ തകർത്തു എന്ന വിധത്തിലുള്ള ഒരു പ്രതീതി അത് ഉണ്ടാക്കുന്ന ഹർജികളുടെയും ഒക്കെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു. ഹർജി ഉറൂസ് തടയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അത് മതപരമായിട്ടുള്ള ആ ആചാരം അത് അനുവദിക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഹർജി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഹർജിയിൽ എന്ത് തീരുമാനമെടുക്കും എന്നതിന് വലിയ പ്രാധാന്യം ഉണ്ടാകും. ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പക്കൽ തെളിവുകളും രേഖകളും ചരിത്രപരമായിട്ടുള്ള വസ്തുതകളും ഉണ്ടെന്ന് ഹിന്ദു മഹാസഭ അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ കസ്റ്റോഡിയൻ എന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യങ്ങളും വളരെ ശ്രദ്ധേയമായിരിക്കും. ഗോപി. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.